എൻ്റെ പേര് ഡോക്ടർ PM ചാക്കോ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചെങ്കൽ ഇടവകയിലെ അംഗമാണ്. പ്രൊഫഷൻ വഴി നോക്കുകയാണെങ്കിൽ ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. പക്ഷെ ഇപ്പോൾ വളരെ കാലമായിട്ട് ഞാൻ സൈക്കോളജി രംഗത്ത് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ വർഷങ്ങളായിട്ട് 30 വർഷങ്ങൾക്ക് മേലെ കാഞ്ഞിരപ്പള്ളി രൂപതയിലും മറ്റ് രൂപതകളിലും SNDPയിലുമൊക്കെ വിവാഹ ഒരുക്ക സെമിനാറുകൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൂടാതെ വചനപ്രഘോഷണ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യ രംഗത്തും കഴിയുന്നത്ര പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എൻ്റെ വിശ്വാസ ജീവിതത്തെ പറ്റിയാണ് ആമുഖമായിട്ട് നിങ്ങളോട് പറയുവാനുള്ളത്. എൻ്റെ വീട്ടിൽ ഞാൻ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ മാതാപിതാക്കന്മാരും അവരുടെ അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് വിശ്വാസത്തെപ്പറ്റി വളരെയധികം ഊന്നൽ നൽകുന്ന ഒരു കാലഘട്ടമായിരുന്നു. രാവിലെ 5:15 മണിക്ക് വല്യപ്പനും വല്യമ്മയും കൂടെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ കേട്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നിരുന്നത്. അന്നത്തെ കാലത്ത് വൈദ്യുതി ഒന്നും വീട്ടിലില്ലായിരുന്ന സമയമാണ്. ഞാനിതൊക്കെ കേട്ട് ആ പ്രാർത്ഥനയോട് അന്നേരം തന്നെ ഒരു ആഭിമുഖ്യം വരുമായിരുന്നു. അതുപോലെ വൈകിട്ട് 6:45 മണിയാകുമ്പോൾ വല്യപ്പൻ കട്ടിലിൽ വന്നിരിക്കും, വല്യമ്മ അതിൻ്റെ താഴെ ഇരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ അനുസരണയോടുകൂടി ആ സമയത്ത് അവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ ബാധ്യസ്ഥരാണ്. വഴക്കൊന്നും പറയത്തില്ല, പക്ഷേ വല്യപ്പനും നോക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയും ജപമാലയ്ക്ക് വലിയ ഒരു പ്രാധാന്യം നൽകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കുട്ടികളായിരുന്നു ഞങ്ങളോട് പറയും, നിർബന്ധമായിട്ടും ജപമാലയുടെ സമയത്ത് മുട്ടയിൽ നിൽക്കണം. അപ്പം അങ്ങനെ മുട്ടയിൽ നിന്ന് ജപമാല ചെല്ലുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ മാതാപിതാക്കന്മാരും വല്യപ്പനും വല്യമ്മയും ഒക്കെ പകർന്നു തന്നു. അപ്പോൾ അതങ്ങ് തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ പിന്നീട് എന്തെങ്കിലും കാര്യം പറയുമ്പം പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ പറയും, ജപമാല ചൊല്ലിക്കണം കേട്ടോ, അല്ലെങ്കിൽ എത്രയും ദയുള്ള മാതാവ് ചൊല്ലിക്കണം കേട്ടോ എന്ന് പറയും. അപ്പം മാതാവ് ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന നമ്മളോടൊപ്പമായിരിക്കുന്ന ആ വ്യക്തിയാണെന്നുള്ളൊരു തോന്നൽ വേറെ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു. അപ്പം ഇങ്ങനെ എല്ലാ തലങ്ങളിലും മാതാവിന് ഒരു പ്രാധാന്യമുണ്ട് എന്ന തോന്നൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് തന്നു എന്നുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും നന്ദിയോടും കൂടി ഓർക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, അന്നൊക്കെ ഈ വലിയ വൈദ്യസഹായ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്. ഇപ്പോൾ രാത്രിയിൽ ഒരു ആശുപത്രിയിൽ രോഗിയെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. കാരണം വാഹന സൗകര്യമില്ല, മറ്റേ റോഡുകളൊന്നും അധികമില്ല. അപ്പം ഞാൻ ശ്രദ്ധിച്ചിരുന്നത്, എനിക്കൊരു അസുഖമൊക്കെ വരുമ്പോൾ പനിയൊക്കെ വന്ന് നല്ല പനിയൊക്കെ വന്ന് വരയ്ക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിലേക്ക് നോക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് കൈ വിരിച്ച് പിടിച്ച് എത്രയും നേരം മാതാവിയും കൊന്തയൊക്കെ ചെല്ലുകയാണ്. കൊന്തയൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ എൻ്റെ മുഖത്തേക്ക്, ഇപ്പം എങ്ങനെയുണ്ട് പനി? ആ പനി കുറഞ്ഞു, ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മോൻ ഉറങ്ങിക്കും. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് എന്നും നിരന്തരമായി കടന്നു വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മാതാവിനോടൊരു പ്രത്യേകമായൊരു സ്നേഹവും മാതാവിലൊരു ആശ്രയബോധവുമൊക്കെ എനിക്കുണ്ടായി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമാണ്. ഈ മാതാവിൻ്റെ ഇടപെടലിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുവാൻ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാനത് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എൻ്റെ വിദ്യാഭ്യാസ രംഗത്താണ്. ഞാനൊരു ശരാശരി വിദ്യാർത്ഥിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഞാനങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ പരമാവധി പരിശ്രമിച്ച് ഞാൻ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരു സഹോദരനുണ്ട്. സഹോദരൻ എന്നെക്കാളും മിടുക്കനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് MBBS അഡ്മിഷൻ കിട്ടി. MBBS അഡ്മിഷൻ അന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 19 വർഷങ്ങൾക്ക് മുമ്പ് MBBS കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു നാട്ടിൽ. അപ്പോൾ MBBS കിട്ടിയ ഒരാളിനെ നാട്ടുകാരൊക്കെ കാണുന്നത് വളരെ റെസ്പെക്റ്റോടുകൂടിയാണ്. ചേട്ടനെ ഇങ്ങനെ അഡ്മിഷൻ കിട്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഈ ഡോക്ടർ എന്നുള്ള നിലയിൽ പുള്ളിയോട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കും മനസ്സിൽ തോന്നി, ഏട്ടാ ഇതുപോലത്തെ ഒരു ബഹുമാനം എനിക്കും കിട്ടിയാൽ കൊള്ളാമല്ലോ. അതുകൊണ്ട് ഞാൻ അത്രയും മിടുക്കനൊന്നുമല്ല. ഏതായാലും ഞാൻ പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്ത് ചേർന്നു. അപ്പോൾ ഈ സയൻസ് ഗ്രൂപ്പ് പഠിക്കണമെങ്കിൽ ഫിസിക്സ് പഠിക്കണം. എനിക്ക് കണക്കെന്ന് പറയുന്ന സാധനം ഒരു വിധത്തിലും ദഹിക്കുന്ന ഒന്നല്ല. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഫിസിക്സ് പഠിക്കാൻ തുടങ്ങി. ഫിസിക്സ് പഠിച്ച് ഫിസിക്സ് മാത്രം പഠിച്ച് ബാക്കി ഒന്നും പഠിക്കാതെയായി. അവസാനം ഫിസിക്സിനും മാർക്കില്ല, ഒന്നിനും മാർക്കില്ല. എനിക്ക് പ്രീ ഡിഗ്രിക്ക് 3rd ക്ലാസ് കിട്ടി. അപ്പോഴും എൻ്റെ മനസ്സിൽ അതിമോഹം കിടക്കുക, എനിക്ക് MBBS പോകണം. അന്ന് ദൈവാനുഗ്രഹത്തിന് ഡിഗ്രി കഴിഞ്ഞവർക്കൊരു കോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനുടനെ ഒരു BSc അഡ്മിഷൻ
ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തിൻ്റെ സഹായത്താൽ BSc അഡ്മിഷൻ വാങ്ങിച്ചു തന്നു. അതിന് ഞാൻ പോയി പഠിച്ചു. ബോട്ടണി ആയിരുന്നു, സുവോളജിയും കെമിസ്ട്രിയാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു മാതാവിനെ വട്ടം പിടിക്കാമെന്ന് തന്നെ ഞാനങ്ങ് തീരുമാനിച്ചു. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്ന് പേരൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ആ തീരുമാനമെടുത്ത് അന്ന് തൊട്ട് BScക്ക് ചേർന്ന അന്ന് തൊട്ട് എല്ലാ ദിവസവും കൊന്ത ചെല്ലുമ്പോൾ കൈ വിരിച്ച് പിടിച്ച് മാതാവിൻ്റെ മുഖത്തോട്ട് നോക്കി നിന്ന് മാതാവ് എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ MBBS എന്ന് മാത്രം ഞാൻ പറയും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നുന്ന രീതിയിൽ കേരളത്തിലാകപ്പാടെ 600 സീറ്റാണ് ഉണ്ടായിരുന്നത്. ആ 600 സീറ്റിൽ പ്രഗത്ഭന്മാരായ വിദ്യാർത്ഥികളുടെ ഇടയിൽ എനിക്കും എൻ്റെ മാതാവ് ഒരു അഡ്മിഷൻ തന്നു. അങ്ങനെയാണ് ഞാൻ MBBSകാരനായത്. അത് കഴിഞ്ഞും എൻ്റെ ചികിത്സയുടെ ഓരോ രംഗങ്ങളിലും അത്ഭുതകരമായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വളരെ റിസ്ക്കുള്ള കാര്യങ്ങൾ, വളരെ പ്രശ്നം പിടിച്ച കാര്യങ്ങൾ, വളരെ സങ്കീർണമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് രാത്രിയിൽ ഒരു ഡോക്ടർ മാത്രമേ ഡ്യൂട്ടിയിലുണ്ടാവുള്ളൂ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രസവം ഉൾപ്പെടെ നോക്കണം. അപ്പം പീഡിയാട്രിക്സ് വാർഡില്ല, അതൊരു കുട്ടികളുടെ വാർഡിലൊരു കുട്ടി. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വെന്റിലേറ്ററൊന്നുമില്ല, വലിയ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളൊക്കെ കുറവാണ്. അപ്പം നമ്മൾ ഈ ശ്വാസം മുട്ടലുണ്ടായിക്കഴിഞ്ഞാൽ, ശ്വാസം കിട്ടാതെ വന്നാൽ, ഓക്സിജൻ കിട്ടാതെ വന്നാൽ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുകയാണ്. നമ്മൾ കുനിഞ്ഞ് കിടന്ന് കമന്ന് കിടന്ന ഒരു ഗോസ് അല്ലെങ്കിൽ തുണിക്കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഊതി കൊടുക്കുകയാണ്. ശ്വാസം കിട്ടുന്ന വരെ ഊതും, ശ്വാസം കിട്ടിക്കഴിയുമ്പോൾ നിർത്തും. പിന്നെയും 15 മിനിറ്റ് കഴിയുമ്പോൾ ശ്വാസം നിന്ന് പോയെങ്കിൽ വീണ്ടും നമ്മൾ ഊതി കൊടുക്കുകയാണ് മൗത്ത് മൗത്ത്. അപ്പോൾ ഒരു കുട്ടി, ഞാൻ കാഷ്വാലിറ്റി ഡ്യൂട്ടിയാണ്, ഞാൻ ഈ കുട്ടിയുടെ കൂടെ ഇരുന്ന് ഊതി കൊടുത്തുകൊണ്ടിരിക്കുക. കുട്ടി നിലത്ത് കിടത്തിയിരിക്കുകയാണ്, ഞാൻ കുനിഞ്ഞ് കിടന്ന് ഊതി കൊടുക്കുകയാണ്. പാവപ്പെട്ട സ്ത്രീയാണ് എൻ്റെ അമ്മ, പാവപ്പെട്ട. അപ്പം വന്നിട്ടില്ല, ഈ സ്ത്രീ മാത്രമേ കൂടെയുള്ളൂ. അപ്പം ഞങ്ങൾ പറഞ്ഞു നോക്കി, നിങ്ങളെ മെഡിക്കൽ കോളേജിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ, എൻ്റെ പൊന്ന് സാറേ ഒരു നിവൃത്തിയില്ല, ഇപ്പം കൊണ്ടുപോകാനൊന്നും ആരും വരികയില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല. അപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ വലിയ രൂപവരിപ്പുണ്ട്. ഞാൻ ഈ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുന്നതിൻ്റെ അടുത്ത് മാതാവിൻ്റെ ഒരു വലിയ രൂപവരിപ്പുണ്ട്. ഞാൻ നോക്കുമ്പം ഹിന്ദു സമുദായപ്പെട്ട ആ സ്ത്രീ മുട്ട നിന്നുകൊണ്ട് മാതാവിനെ നോക്കി കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് 15 കിലോമീറ്റർ എടുക്കുമ്പോൾ കൊടുക്കണം. ഞാനും അവിടെ നിന്നുകൊണ്ട് ആ സ്ത്രീയോട് മുട്ടെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതകരമെന്ന് പറയട്ടെ, നേരം വെളുത്തപ്പോഴത്തേക്ക് ആ കുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീയുടെ വിശ്വാസം, ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിന് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു തീഷ്ണത വന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മയോട് പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്കത് വലിയ ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് ആ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കാൻ ആ സാധു സ്ത്രീയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് കാരണമായി എന്നുകൂടി ഞാൻ പറയുന്നതിൽ എനിക്കൊരു നാണക്കേടുമില്ല. അത് ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും ഞാനത് എടുത്ത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സങ്കീർണമായ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കൽ കൊച്ചു കുട്ടികളെയൊക്കെ വരുമ്പോൾ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ അങ്ങ് പോവുകയാണ്. കൊച്ചുകുട്ടികളെയൊക്കെ ശ്വാസം കിട്ടാതെ വരുമ്പം ഞാനൊരു കൊന്ത എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഈ കൂടെ കാറെ കയറി പോവുകയാണ്. മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുത്തിട്ടുണ്ട്. കങ്ങര ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ കൊന്തയിലാണ്. അപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും ശരി, മറ്റ് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും നോക്കി എൻ്റെ കയ്യിലിരിക്കുന്ന കൊന്ത അവരൊന്ന് നോക്കും, എൻ്റെ കൊന്തയും കുരിശും അവരൊന്ന് നോക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും മാതാവിൻ്റെ പ്രാർത്ഥനയിൽ ഉരുവിട്ടുകൊണ്ട് ഞാൻ ഈ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുത്ത് കുറേ കുട്ടികളെ അങ്ങനെ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ സാന്നിധ്യമാണ്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, യാത്ര ചെയ്യുമ്പോൾ കാരണത്തിൻ്റെ അമ്മ ഉണ്ട് എന്നുള്ള തോന്നലാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ജീവിതാനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ട്. പറയുമ്പോഴൊരു മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അതൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും കണ്ണുനീര് വരും. അത്രത്തോളം എന്നെ സ്നേഹിച്ച എൻ്റെ അമ്മയുടെ അനുഭവങ്ങളാണ് എനിക്കുള്ളത്. ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ കോട്ടയത്ത് വിമലഗിരി കത്തീഡ്രലിലെ ഒരു പ്രസംഗം എനിക്കുണ്ടായിരുന്നു. തിരുനാളിനോടനുബന്ധിച്ചൊരു സന്ധ്യാസമയത്തെ ഒരു പ്രസംഗം. അപ്പോൾ ഞാൻ അതിന് പോകാൻ വേണ്ടി വളരെ കാര്യമായിട്ട്, പ്രസംഗത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ കൂടുതൽ തീഷ്ണതയോടുകൂടി ഒരുങ്ങി അതിന് പോകുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് പരിചയമുള്ള ഒരാൾ
അത്യാസന്ന നിലയിലാണ്. അപ്പോൾ ഞാൻ ചെന്ന് കാണണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നാളെയാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ആദ്യകാലങ്ങളിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രസംഗത്തിൻ്റെ പ്രിപ്പയർ ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ സമയം കളഞ്ഞിട്ട് പോകാനൊരു വിഷമമുണ്ട്, പക്ഷേ പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഉടനെ പോയി. കാറിൽ ഞാനും ഭാര്യയും ഒരു കൊച്ചുമായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. ഒരു ഉൾപ്രദേശത്താണ്. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം വളരെ സീരിയസ് ആണ്, സിംഗിങ് ആണ്. കണ്ട് തിരിച്ചു പോയതാണ്. തിരിച്ചു വരുമ്പോൾ വഴി ഒരു കൺഫ്യൂഷൻ വന്നു. ഒരു വഴി തെറ്റിപ്പോയോ എന്നൊരു സംശയം. റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി കാണുന്നുണ്ട്. അപ്പം നീ അങ്ങോട്ടായിരിക്കും പോകണമെന്ന് ചോദിച്ചിട്ട് എന്നാൽ വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തേക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ വണ്ടി റിവേഴ്സ് എടുത്തു. വണ്ടി റിവേഴ്സ് എടുത്തപ്പോൾ വണ്ടിയുടെ ഒരു സൈഡിലെ 2 വീലും ഒരു വലിയ കുഴിയിലേക്ക് ഇങ്ങ് വരും. ഓടയായിരുന്നു, വലിയൊരു കുഴിയിലേക്കിട്ട് വണ്ടി ഇങ്ങനെ ചെരിഞ്ഞു. 2 വീലും ഒരു സൈഡിലെ 2 വീലും ഇങ്ങനെ പൊങ്ങി നിന്നു, മറ്റേത് കുഴിയിലുമായിട്ട് ഇങ്ങനെ നിൽക്കും. ഞാൻ ഒരു വിധത്തിൽ രാത്രിയാണ്, 9-10 മണിയായി. ആരും അതിലെ വരാൻ സാധ്യതയുള്ള സ്ഥലമല്ല, വളരെ വിജനമായൊരു സ്ഥലമാണ്. 1-2 വീടുകളൊക്കെ ദൂരെ വെട്ടം കാണാം. ഉടനെ ഞാൻ ഭാര്യയെ ഒരു വിധത്തിൽ വണ്ടിയിൽ നിന്ന് ഇറക്കി കൊച്ചിനെയും കൊടുത്തു. ഞാനും അങ്ങ് ഇറങ്ങി. ഞാൻ ഇറങ്ങി നിന്ന് ഇനി എന്ത് ചെയ്യും മാതാവേ, എനിക്കിനി നാളെ ഏതൊക്കെ ഉള്ളതാണ്, അതുകൂടാതെ ഞാൻ ഈ കൊച്ചിനെയും ഒക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ച് മനസ്സിൽ മാതാവിനെ ഓർത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇറങ്ങി നിന്നതേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ദൂരെ നിന്നൊരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വരികയാണ്. അടുത്ത ജംഗ്ഷനുണ്ട്, ആ ജംഗ്ഷനിൽ ഒരു ഓട്ടോറിക്ഷ നേരെ വരികയാണ്. ഓട്ടോറിക്ഷയുടെ ലൈറ്റ് ഇങ്ങോട്ട് വരുന്നപ്പോൾ ഞാനിങ്ങനെ കൈ കാണിച്ചു ഓട്ടോറിക്ഷയ്ക്ക്. അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ കൈ കാണിക്കണ്ട, ഡോക്ടറുടെ വണ്ടി കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. എന്താ പറ്റി ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവമാണ്. അത് സാരമില്ല. അപ്പം അത്ഭുതകരമെന്ന് പറയട്ടെ, ആ വണ്ടിക്കകത്ത് ഒരു മെക്കാനിക്കും ഒരു ഡ്രൈവറും പിന്നെ ഒരു സഹായിയുണ്ട്. അപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് മാറിക്കുക, ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഒരാൾ വണ്ടിക്കകത്ത് കയറിയുന്ന ബാക്കിയുള്ള 2 കൂടെ പിടിച്ച് പൊക്കി വണ്ടി ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് വണ്ടി വഴി വെച്ച് വന്ന് താക്കോലും കൈ തന്നു. ഇനി ധൈര്യമായിട്ട് ഡോക്ടർ പോയിക്കൊള്ളാൻ പറഞ്ഞു. നിങ്ങളെങ്ങനെ ഇവിടെ വന്നത്? അതെ, ഞാൻ വർക്ക്ഷോപ്പിൽ ഇന്ന് ഇച്ചിരി ലേറ്റ് താമസിച്ചാണ്. 8 മണിയാകുമ്പോൾ തീരുന്നതാണ്. ഇന്ന് പണി 10 മണി ആയതുകൊണ്ട് ഞാൻ കൂട്ടുകാർ മെക്കാനിക്കിനെ വിടാൻ വന്നതാണ്. ഇപ്പോൾ കവലേ വന്നപ്പം വണ്ടി നിർത്തി നോക്കുമ്പോഴത്തേക്കാണ് ഡോക്ടറുടെ വണ്ടി കിടക്കുന്നത്. ലൈറ്റിൽ ഡോക്ടറുടെ വണ്ടി കാണാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോർത്ത് ദൈവമേ, ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരമ്മ, ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ദൈവം, ഒരു കർത്താവ് എനിക്കുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഈ ആശങ്കപ്പെടുന്നത്? പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആശങ്കപ്പെടുമായിരുന്നു. ഇപ്പോൾ എനിക്കുണ്ട്, എൻ്റെ മാതാവ് കൂടെയുണ്ട്, മാതാവിനോടൊപ്പമുള്ള ഈശോ, പിന്നെ പുണ്യാളന്മാരോടൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെയുണ്ടെന്നുള്ള തോന്നൽ വരുമ്പോൾ എനിക്കൊരു വിശ്വാസത്തിൻ്റെ ഒരു വലിയ ധൈര്യവും ഒക്കെയാണ് മനസ്സിലുള്ളത്. വീണ്ടും എൻ്റെ ജീവിതത്തിലെ മറ്റൊരനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മകൾക്കിപ്പം 34 വയസ്സായ ഒരു മകളുണ്ട്, 3 പെൺകുട്ടികളുണ്ട്, ഒരു മോനുമുണ്ട്. ഈ മകൾക്ക് 2ാമത്തെ കുട്ടിയാണ്. അവൾക്ക് ചെറുപ്രായത്തിൽ ഒരു 5 വയസ്സ് കാണുമായിരിക്കും തോന്നുന്നു, 5-6 അങ്ങേയറ്റം 5 ആയിരിക്കും. ആ സമയത്ത് ഇവൾക്ക് ഒരു വയറിളക്കം വന്നു. അപ്പം ഞാൻ ഡോക്ടറാണ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ പല രീതിയിൽ അസുഖങ്ങൾ വരുമ്പോൾ ചിന്തിപ്പിച്ച് ഭയക്കും. ഈ കുട്ടിക്ക് നല്ല വയറിളക്കമാണ്. വയറിളക്കമുള്ള കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പം 5 മണിയായപ്പോൾ കൊച്ചിനോട് പറയാം, എൻ്റെ വലത് കാലിന് ബലമില്ല. നിലത്ത് കിടത്താൻ നോക്കിയിട്ട് അവൾ വീണ് പോവുകയാണ്. ഒട്ടും ബലമില്ല. ഇപ്പോൾ കൊച്ചിനൊന്നും അറിയത്തില്ല. കൊച്ചു പറഞ്ഞു എനിക്ക് കാലിന് ബലമില്ല, ഞാൻ പിടിച്ച് നിർത്താൻ നോക്കിയിട്ട് നടക്കാൻ മേല. ആ വലത് കാല് വെക്കുമ്പോൾ അങ്ങോട്ടങ്ങ് പോവുകയാണ്. മനസ്സിൽ ഞാൻ ഒരുപാട് വേദനിച്ചു. എൻ്റെ മാതാവേ, എനിക്ക് കാല് തളർന്നു പോയൊരു കുഞ്ഞിനെ തരരുത്. കാരണം എനിക്ക് ബലഹീനതകളുണ്ട്, എങ്കിലും ഞാൻ അവിടുത്തെ ഒരുപാട് ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങ് നടക്കുക. മനസ്സിലെ കൊന്തയും ചൊല്ലിക്കൊണ്ട്, ഇടയ്ക്ക് എത്രയും തേവള മാതാവെ ചൊല്ലിക്കൊണ്ട്. ഒരു മാതാവുണ്ട്, മാതാവിൻ്റെ ഒരു വലിയ നമ്മുടെ ഒരു കാത്തലിക് ഹോസ്പിറ്റലാണ്. അപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ പോകും. അതിനടുത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും. രാത്രി മുഴുവൻ ഞാൻ നടന്നു. ഇടയ്ക്ക് ഡോക്ടർമാരെ വിളിച്ച് ചോദിക്കും. അവർ പറഞ്ഞു നമുക്ക് നാളെ രാവിലെ നോക്കിയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നടന്ന് വെളുപ്പിന് 5 മണിയായപ്പം ഞാൻ റൂമിലോട്ട് കയറി, അവളെ കൊണ്ട് കയറി കട്ടിലോട്ട് ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അവൾ കാലൊന്ന് കുടഞ്ഞിട്ട് പറഞ്ഞു, ചാച്ചാ എൻ്റെ കാലിനിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ ഓടാമെന്ന് പറഞ്ഞു തുടങ്ങി. ഒറ്റ ഓട്ടം. എൻ്റെ അമ്മയുടെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞ നിമിഷങ്ങളാണ്. ഭാര്യയുണ്ടായിരുന്നു. ഭാര്യയും കണ്ണ് നിറഞ്ഞു. ഭാര്യയും പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ മാതാവ് നമ്മളെ കൈവിടുകയില്ല, ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനർത്ഥങ്ങൾ അങ്ങനെ വരില്ല എന്ന്.
മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട നിരവധി അനുഭവങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു അനുഭവം എനിക്ക് ലഭിച്ച ഒരു രോഗശാന്തിയാണ്. എനിക്ക് ഇച്ചിരി ശ്വാസം മുട്ടലുള്ള ആളാണ്, അലർജി ഉണ്ട്. എൻ്റെ ഫാദറിനും അലർജി ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 30 വയസ്സ് തൊട്ടേ എനിക്കൊരു ചെറിയ ശ്വാസം മുട്ടലിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിനെ വലിയ കാര്യമായിട്ടൊന്നും കണക്കാക്കി. എന്നിട്ട് 50 വയസ്സ് വരെ ഞാൻ സ്ഥിരമായിട്ട് ഷട്ടിലൊക്കെ കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇച്ചിരി ശ്വാസം മുട്ടൽ കൂടി. അപ്പം ഞാൻ ചെന്ന് എക്സ്റേ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞതിന് എംഫിസീമ ഉണ്ടെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടലുള്ളതുകൊണ്ട് ഇങ്ങനെ വികസിച്ചിരിക്കുന്നു, ശ്വാസകോശത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കേട് വന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വികസിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ആശങ്കയായി. കാരണം കുട്ടികളൊക്കെ ചെറുതാണ്. ഈ സമയത്ത് എനിക്ക് മാരകമായ വല്ല അസുഖം വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിഷമിച്ചു. അപ്പോൾ ഞാൻ പോയി MRI സ്കാൻ എടുത്തു. MRI സ്കാൻ എടുത്ത് ശ്വാസകോശ രോഗ വിദഗ്ധനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 45% ശ്വാസകോശത്തിനും കേടാണ്, ഇനിയും സൂക്ഷിക്കണം, അധികം പൊടിയൊന്നും അടിക്കരുത്, അധികം യാത്രകൾ ചെയ്യരുത് എന്നൊക്കെ വളരെ കർശനമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഞാൻ മാനസികമായിട്ട് വളരെയധികം വിഷമിച്ചു. എനിക്ക് യാത്ര ചെയ്യാനൊക്കെ മടിയായി. എറണാകുളത്തൊക്കെ പോവുകയാണെങ്കിൽ ഞാനിവിടെ കയറി കിടന്നിട്ട് ഒരു ഡിപ്രഷൻ്റെ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിവൈനിൽ ധ്യാനം കൂടാനായിട്ട് പോയി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ഞാനിവിടുന്ന് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ അതിനു മുമ്പ് അളിയനോട് വിളിച്ച് പറഞ്ഞു, ഞാൻ ഒത്തിരി താമസിക്കാതെ ഞാൻ ചത്തുപോകും, അപ്പോൾ പെങ്ങളെയും മക്കളെയൊക്കെ നോക്കിക്കണം, കാരണം 4 മക്കളുണ്ട്, കൊച്ചു പിള്ളേരുണ്ട്. അപ്പോൾ അളിയൻ വിഷമിക്കാതെ അങ്ങനെയൊന്നും വരികയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കരയുകയൊക്കെയാണ്. അപ്പോൾ ഡിവൈനിൽ ഞാൻ ധ്യാനിക്കാൻ ചെന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ധ്യാനം കുടുംബം മുഴുവനും പനക്കലച്ചൻ വിളിച്ച് പറയണം, ചാക്കോയുടെ ശ്വാസകോശ സംബന്ധമായ രോഗം മാറിയെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം ഞാനവിടെ ഇരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്നെ അവിടെ അന്നത്തെ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നതുകൊണ്ട് ഇടയ്ക്ക് എന്നെ ക്ലിനിക്കിലേക്കും വിളിച്ചു, അടുത്ത ഡിവൈനിൽ. അപ്പോൾ ധ്യാനം ഞാൻ കാര്യമായിട്ടൊന്നും കൂടിയില്ല. എങ്കിലും പനക്കലച്ചൻ്റെ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടി ഞാനിങ്ങനെ എല്ലാ ദിവസവും അവസാനമായി സാക്ഷ്യം പറയുന്ന സമയത്ത് ശ്രദ്ധിക്കും. അവസാനമായി എൻ്റെ അസുഖം കുറഞ്ഞുമില്ല, പനക്കലച്ചൻ പറഞ്ഞുമില്ല. എനിക്ക് അവിടുന്ന് ജലദോഷം ചുമയൊക്കെ പിടിച്ച് ഞാൻ തിരിച്ചു വന്ന് ഞാൻ കൂടുതൽ നിരാശനായിട്ട് ഇവിടെ വീട്ടിലിരിക്കുക. അപ്പോൾ ഞാൻ കൊന്ത ചെല്ലുന്നതിന് ഒരു തടസ്സവും വരുത്തിയിട്ടില്ല. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് മാതാവ് കൂടെയുണ്ടെന്ന്, മാതാവ് ഈശോയും കൂടെ ഉണ്ടെന്നൊരു വിശ്വാസമില്ലേ? ഉണ്ട്. കൊന്ത ചെല്ലുന്നുണ്ട്. ഞാൻ കൊന്ത ചെല്ലുന്നുണ്ട്, കൊന്തയിലേക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒരു ദിവസം ഉച്ചയായപ്പം ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ സങ്കടപ്പെട്ടിരിക്കുക, എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആളാണ് ഞാൻ. ഉറങ്ങാൻ മേലാതിരിക്കുന്ന സമയത്ത് ഭാര്യ എന്നോട് ബൈബിൾ എടുക്കാൻ പറഞ്ഞു. ബൈബിൾ തുറന്നു. അപ്പോൾ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിന് വായിക്കാൻ പറഞ്ഞു. ആദ്യം കണ്ട വചനം വായിക്കാൻ പറഞ്ഞു. അപ്പോൾ യാക്കോബേ, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്, നീ എൻ്റേതാണ്. അഗ്നിയിലൂടെ നടന്നാൽ നിനക്കൊന്നും സംഭവിക്കുകയില്ല, ആഴിയിലൂടെ നടന്നാലും അത് നിന്നെ മൂടുകയില്ല. എന്നോട് ഭാര്യ ചോദിച്ചു, പേരെന്നതാ? ഞാൻ പറഞ്ഞു, ചാക്കോ. കർത്താവ് വിളിച്ചെന്നതാ? യാക്കോബേന്ന്. ഇത് പോരെന്ന് ചോദിച്ചു. മതിയേ എന്ന് പറഞ്ഞു. ഞാൻ ബൈബിള് മടക്കി വെച്ചു. ഞാൻ പിന്നെ ചികിത്സിക്കാനും പോയില്ല, പരിശോധിക്കാനും പോയില്ല. ഞാൻ ഹാപ്പിയായിട്ട് നടന്ന് ഞാൻ വീണ്ടും ഷട്ടിലുകളൊക്കെ തുറന്ന് ഞാൻ പഴയ പോലെ സ്മാർട്ടായി, അഥവാ പഴയതിലും കൂടുതൽ സ്മാർട്ടായി. അത് കഴിഞ്ഞ് ഞാൻ 15-17 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഞാൻ പോകുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. കാരണം എനിക്ക് ആ ആഴ്ചയായപ്പം വീണ്ടും ഒരു ആശങ്ക, ഇത്രയും നാളെ ഞാൻ നോക്കാതിരുന്നല്ലോ കുഴപ്പം സംഭവിച്ചു വന്നു. ദുഃഖവെള്ളിയാഴ്ച ചെന്ന് ഇത് സ്കാൻ ചെയ്തു, ആയിട്ട് എന്നൊക്കെ സ്കാൻ ചെയ്തപ്പോൾ എഴുതിയിരിക്കുകയാണ് <10% ഡാമേജ്, 10% താഴെയേ ഉള്ളൂ ശ്വാസകോശത്തിൻ്റെ കേടെന്ന്. ബാക്കി 30-35% ഇവിടെ പോയി. ഇത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഈശോയുടെ അനുഗ്രഹമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇപ്പം 10-20 വർഷം കൂടെ മുമ്പോട്ട് വീണ്ടും പോയിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഒരു ലിമിറ്റുമില്ലാതെ ഇഷ്ടംപോലെ യാത്ര ചെയ്യുകയും ഇഷ്ടംപോലെ ഡ്രൈവ് ചെയ്യുകയും 3-4 മണിക്കൂർ തുടർച്ചയായിട്ട് പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്ത് പോവുകയാണ്. എൻ്റെ അമ്മ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് എന്തിന് ഭയപ്പെടണം? എപ്പോഴും എനിക്ക് ഒരു അമിത ആത്മധൈര്യമാണ് എൻ്റെ അമ്മയോടൊപ്പമായിരിക്കുന്ന ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ. വീണ്ടും മറ്റൊരു അനുഭവം കൂടി ചികിത്സാപരമായിട്ട് പറയാനുള്ളത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, 2-3 വർഷം മുമ്പാണ്, ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ
പേഷ്യൻറ്റിന് മരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പേന അങ്ങ് താഴെ പോയി. എൻ്റെ കൈയുടെ റിസ്റ്റ് താഴേക്ക് അങ്ങ് മടങ്ങിപ്പോയി. പിന്നെ പൊങ്ങുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. വളരെ സ്വാഭാവികമായിട്ടും ഡോക്ടർ ഞാൻ വിചാരിച്ച സ്ട്രോക്കാണ്. ഇത് സ്ട്രോക്കായിപ്പോയി, കൈ തളർന്നു പോയിരിക്കുകയാണ്. നീ എന്ത് ചെയ്യും? ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ശരിയായി. അപ്പോഴും സ്ട്രോക്കിൻ്റെ ഒരു സൂചനയാണതെന്നാണ് ഞങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ട് ഭാര്യയെ വിളിച്ച് പറഞ്ഞു. അപ്പം ഭാര്യ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ഒന്നും വരികയില്ല, ചാക്കോച്ചനൊന്നും വരികയില്ല എന്ന് ഞാൻ മാതാവിൽ നിന്ന് ഗ്യാരണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഈശോയിൽ ഞാൻ ഗ്യാരണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, ഒന്നും വരികയില്ല. എന്നോട് പറഞ്ഞ് കൊന്തയിലേക്കുണ്ടെങ്കിൽ പോരാൻ പറഞ്ഞു. ഉടനെ ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ച് പറഞ്ഞു, അവിടെ നമുക്ക് പരിചയമുള്ള ഡോക്ടർമാരുണ്ട്, ഉടനെ തന്നെ പോരും, സ്കാൻ ചെയ്തേക്കാം, അത് സീരിയസ് ആയിട്ടുള്ള കാര്യം നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പം വണ്ടിയൊക്കെ ആകുമ്പോൾ ഭാര്യ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു. ഒന്നുമില്ല, ചിരിക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ കൈ തളർന്നതിനാണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് കൈ തളർന്നതിനല്ല, കൈ തളർന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത് പറഞ്ഞു. എനിക്ക് നല്ല ധൈര്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്ന് ഞാൻ സ്കാനിങ്ങിന് അവർ വിളിച്ചു. കയറിയ സമയത്ത് പുള്ളിക്കാരത്തെ ഒരു കൊന്ത ചൊല്ലിക്കൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് കൊന്ത ചൊല്ലിക്കോളാം, ധൈര്യമായിട്ട് പോകണം. അപ്പോൾ പുള്ളിക്കാരത്തെ കൊന്ത ചൊല്ലിക്കൊണ്ട് അവിടെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്നോട് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ ഈ ചിരി കാണുമെന്ന് എനിക്കറിയാം, ധൈര്യമായിട്ട് പോകണം. കൊന്ത ചൊല്ലിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉടനെ ഈ സ്കാനിങ് മെഷീൻ്റെ അതോട്ട് കയറി കഴിഞ്ഞപ്പോൾ എനിക്കകത്ത് കയറി കിടക്കുമ്പം അറിയാവില്ല, എല്ലാവർക്കും ഉണ്ടാകുന്ന രാശങ്കളുണ്ട്, ശകലം പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആ കണ്ണങ്ങോട്ട് അടച്ചു. കണ്ണടച്ചിട്ട് ഞാനങ്ങ് കൊന്തയെല്ലാം തുടങ്ങി. ഞാൻ സ്കാനിങ്ങിൻ്റെ സൗണ്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കൊന്തയെല്ലാം തുടങ്ങി. സ്കാനിങ് തീരുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ കൊട്ടി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് റേഡിയോളജിസ്റ്റ് എന്നോട് പറഞ്ഞു അതിനകത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പെർഫെക്റ്റ്ലി നോർമൽ. അപ്പോൾ തിരിച്ചു വന്ന ഭാര്യയോട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനിത് പോയപ്പോഴേ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഈ കൊന്ത കൈ പിടിച്ചിരിക്കുന്നത്? ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരമ്മ, ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു കർത്താവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്കാൻ റിപ്പോർട്ട് കാണിച്ചു. സ്ട്രോക്ക് എൻ്റെ ഒരു പോലത്തെ ചെറിയൊരു കാര്യം വന്നാണ്, മരുന്ന് കഴിച്ചു. ഇപ്പോഴും ഞാൻ ചെറിയ തോതിൽ മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്കത് പിന്നെ ഒന്നുമില്ല. അത് 2-3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ എനിക്കിങ്ങനെ ഒരുപാട് ഫീലിങ്സ്, ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാൻ അസുഖങ്ങൾ വരുമ്പോഴൊക്കെ അമ്മയോട് പറയാം, എൻ്റെ അമ്മ എനിക്കിപ്പോൾ ചികിത്സിക്കാൻ പോകാനൊന്നും പറ്റത്തില്ല, ഞാൻ ആശുപത്രിയിലൊന്നും പോയില്ല, ദയവ് ചെയ്ത് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അമ്മ വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. ഭാര്യയുടെ ഓരോ അസുഖങ്ങൾ വരുമ്പോഴും മക്കളുടെ കാര്യങ്ങൾ വരുമ്പോഴും അപ്പോൾ മക്കളെ വിളിക്കും. മക്കളെ അവിടുന്ന് ദൂരെ നിന്നൊക്കെ വിളിക്കുമ്പോൾ എന്തിനാ ചാച്ചാ ഈ ഒരു കാര്യം മാതാവിനോടൊന്ന് പറഞ്ഞേക്കണം, അവിടെ ഏൽപ്പിച്ചാൽ മതി എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, പിറ്റേ ദിവസം പറയും. അപ്പോൾ ഞാൻ നേരത്തെ തലേദിവസം കൊണ്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഞാൻ കാര്യത്തിൻ്റെ കംപ്ലീഷൻ ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാര്യം സാധിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കൃതജ്ഞതാബലി അർപ്പിക്കും. കാരണം തമ്പുരാൻ തന്നത് ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞു, മാതാവ് ഇടപെട്ടു, തമ്പുരാൻ തന്നു വിശ്വസിച്ചു. ഞാൻ കാര്യം സാധിക്കുന്നതിന് മുമ്പ് നന്ദി ബലി അങ്ങ് അർപ്പിക്കും. പിറ്റേ ദിവസം പറയാം ശരിയായി കേട്ടോ. അപ്പോൾ അത്രത്തോളം ഒരു സ്വാതന്ത്ര്യം എൻ്റെ അമ്മയുടെ അടുത്ത്, എൻ്റെ ഈശോയുടെ അടുത്ത് എനിക്കുണ്ടെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാതാവിൻ്റെ ഭക്തിയിൽ നിന്ന് ഉളവായ മറ്റൊരു വലിയ ജീവിതാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്, 90കളിലാണ്. എനിക്ക് 90കളുടെ ആരംഭത്തിൽ എനിക്ക് ഒരു വിദേശത്ത് പോകാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഒരു ഏജൻറ്റ് വന്ന് എന്നോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് നല്ലൊരു തുക കൊടുത്ത് ഏജൻറ്റ് വലിയ ഒരു ശമ്പളമൊക്കെ വാഗ്ദാനം ചെയ്ത് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. പക്ഷേ അതിൽ ഒരു ചതി ഉണ്ടായിരുന്നുവെന്ന് എനിക്കന്നേരം മനസ്സിലായില്ല. അപ്പം ഞാൻ എല്ലാം ശുദ്ധമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. ചെറിയ ആളുകളൊക്കെ പറഞ്ഞാൽ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഒരു അന്ധമായ ഒരു വിശ്വാസത്തിൽ ഞാൻ അവിടെ അങ്ങ് പോയി. അപ്പോൾ സൗദിയിലേക്ക് റിയാദിലാണ് എനിക്ക് ജോലി പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ശമ്പളമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ വിടാമെന്ന് പറഞ്ഞ് വിട്ടില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു, 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ധൃതി വെച്ചു. അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു തന്ന ഒരു കാര്യം ചെയ്യും, ഞാൻ ടിക്കറ്റ് എടുത്ത് തന്നേക്കാം, നാളെ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ചെയ്തതെന്ന് വെച്ചാൽ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് തന്നത്, ഡയറക്റ്റ് ഫ്ലൈറ്റ്. ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോവുകയാണെന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഈ എയർപ്ലെയിനിലെ യാത്രയൊന്നും അറിയില്ല. അയാൾ എനിക്ക് തന്ന ടിക്കറ്റ് ബോംബെയിൽ നിന്ന് അബുദാബി, അബുദാബിയിൽ നിന്ന് ബഹ്റിൻ, ബഹ്റിനിൽ നിന്ന് സൗദിയിൽ തന്നെയുള്ള ടെഹ്റാനിൽ നിന്ന് പിന്നെ റിയാദിലേക്ക്. ഞാൻ വെളുപ്പിനെ ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്ന് ഈ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി ടെഹ്റാനിൽ ചെന്നു. ടെഹ്റാനിൽ ചെന്നപ്പം ടെഹ്റാനിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകണമെന്ന് അവർ പറഞ്ഞു. അവിടുന്ന് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു.
അതൊരു 1-2 കിലോമീറ്റർ ദൂരം നടന്നു പോകണം. കൃത്യം എനിക്കറിയത്തില്ല, എങ്കിലും കൂടുതൽ നടക്കാനുണ്ട്. അപ്പോൾ ഞാനീ 10-20 കിലോ ബാഗും ഒക്കെ ആയിട്ട് എൻ്റെ ടിക്കറ്റും ഒക്കെ ആയിട്ട് ഞാൻ നടക്കുകയാണ്. അപ്പോൾ കുറേ മലയാളികളൊക്കെ തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നു. അവിടെ എയർപോർട്ടിൽ ചെന്നപ്പോഴേക്കും 12:45 ഫ്ലൈറ്റ് ഉണ്ട്. ഞാൻ ഈ ടിക്കറ്റ് കൊണ്ട് കൗണ്ടറിൽ കാണിക്കുമ്പോൾ അവർ പറയുക, ഈ ടിക്കറ്റ് കൊണ്ട് പോകാൻ പറ്റത്തില്ല, ഇതെല്ലാം എഴുതിയിരിക്കുന്നത് തെളിഞ്ഞിട്ടില്ല. റിയാദ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് തെളിഞ്ഞില്ല, ഒരു രക്ഷയില്ല. അത് അവിടുത്തെ ആളുകളാണ്, അവർ വളരെ രൂക്ഷമായിട്ട് ദേഷ്യപ്പെട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. ഈ ടിക്കറ്റിന് പോക്ക് നടക്കുമെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങളുടെ അടുത്ത് വന്നേക്കരുതെന്ന് പറഞ്ഞു. ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. അപ്പം ഞാനവിടെ ഒരു എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വന്ന അവിടെ തന്നെ മറ്റേ എയർപോർട്ടിൽ തന്നെ ഞാൻ ഒന്നുകൂടെ ചോദിക്കാൻ പറഞ്ഞു ആ ഓഫീസിൽ. വീണ്ടും ഞാൻ ഈ ഇത്രയും കിലോമീറ്റർ ദൂരം വെയിലത്ത് നടന്നു പോകണം. ഞാൻ തന്നെയേ ഉള്ളൂ, മുമ്പേ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ. ഞാൻ തിരിച്ചവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥനും കയർത്തു, ഇത് തെളിഞ്ഞിട്ടില്ല, നിങ്ങൾ പോകാൻ പറ്റില്ല എന്ന്. ഞാൻ പോകുന്ന വഴിക്കെല്ലാം ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഫ്ലൈറ്റിലിരിക്കുമ്പോഴെല്ലാം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരുപാട് കൊന്തകളങ്ങ് ചൊല്ലിയായിരുന്നു. അത് കഴിഞ്ഞ് നടന്നു പോകുമ്പോഴെല്ലാം ഞാൻ കൊന്തയില്ല, മാതാവ് എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് ഒരു നിവൃത്തിയില്ല, എന്നെ സൗദി അറേബ്യയിൽ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. കാരണം ഒന്ന് അറിയിക്കാൻ പോലും എനിക്ക് മാർഗ്ഗമില്ല, ഫോൺ വിളിക്കാൻ ഫോൺ കയ്യിലില്ല, പൈസ ഇല്ല കയ്യിൽ, വേറെ ആരും ടിക്കറ്റ് എടുത്ത് തരാനില്ല, ആരെയും കോൺടാക്ട് ചെയ്യാനും പറ്റില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അന്നേരം പെട്ടെന്ന് ആ എയർപോർട്ടിൽ ആ ഓഫീസിലിരുന്നൊരു ഉദ്യോഗസ്ഥൻ, ആ പർട്ടിക്കുലർ ഫ്ലൈറ്റിൻ്റെ ഒരു പഴ്സറായിരുന്നു, ഇതിലുണ്ടായിരുന്നായിരുന്നു. ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഈ പുള്ളിയെ ഞാൻ ഫ്ലൈറ്റ് കണ്ടതാണ്, ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു, പുള്ളി അവിടെ നിന്നെല്ലാം വേറെ നിന്നും എല്ലാം കയറിയതാണ്, പുള്ളിയെ കണ്ടതാണ്, പുള്ളിക്ക് ടിക്കറ്റ് എഴുതി കൊടുത്തേക്കാൻ പറഞ്ഞു. ഷുഗറാണെന്ന് വെച്ചാൽ ഷുഗറാണെന്ന് പറഞ്ഞു. ഉടനെ അങ്ങനെ ടിക്കറ്റ് എഴുതി തന്നു. അപ്പോൾ ഞാൻ ടിക്കറ്റും കൊണ്ട് വീണ്ടും അവിടെ ചെന്നപ്പം 12:45 ഫ്ലൈറ്റ് പോയി, ഫുള്ളായി. പിന്നെ ഞാൻ അവിടെ കുത്തിയിരുന്ന് ഭക്ഷണം പോലും കഴിക്കാതെ, കാരണം ഭക്ഷണം കഴിക്കാൻ കയ്യിൽ കാര്യമായ പൈസ ഇല്ല. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ വന്ന് 5:45 ഫ്ലൈറ്റ് കിട്ടി. 5:45 ഫ്ലൈറ്റ് കിട്ടി ഞാൻ സൗദി അറേബ്യയിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഓർക്കുമ്പോഴേ ഞാൻ ഇപ്പോഴും ആ സംഭവത്തെപ്പറ്റി ഓർക്കുമ്പോഴേ ഞാൻ അവിടെ പെട്ടുപോയേനെ. കാരണം മാതാവിൻ്റെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ, ഈശോയുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഞാൻ ആ സൗദി അറേബ്യയിൽ എവിടെയാണെന്ന് പോലും എൻ്റെ വീട്ടിലുള്ളവർക്ക് അറിയാൻ പാടില്ലാതെ ഞാൻ അവിടെ കിടന്ന് മരിക്കുകയുണ്ടായിരുന്നു. കാരണം യാതൊരു ദൈവം എടുത്തൊന്നും കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ജയിലിൽ ചെന്നപ്പെടും. അത്രത്തോളം വളരെ ഭീകരമായൊരു അന്തരീക്ഷത്തിൽ എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും അത് കണ്ണുനീരോടെ അല്ലാതെ ഓർക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് ജീവിത അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. എവിടെ ചെന്നാലും ഏത് മണ്ഡലത്തിൽ ചെന്നാലും ഞാനിങ്ങനെ രാവിലെ ഒരു ദിവസം കൊന്ത ചൊല്ലിക്കഴിഞ്ഞ് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കൊന്ത ചൊല്ലിയിട്ട് നടക്കുകയാണ്, പറമ്പിലേക്ക് ഇറങ്ങാം. പറമ്പിലേക്ക് ഇറങ്ങുമ്പം ഒരു ഉണങ്ങിയ ഒരു മരം, ഇങ്ങനെ നീളം ഒരു മരം നിൽപ്പുണ്ട്. ആ മരം ഞാൻ വെറുതെ എൻ്റെ കയ്യിലിരുന്ന ഒരു കമ്പ് കൊണ്ട് ആ മരത്തിൻ്റെ ഒരു അടിയടിച്ചു. ആ മരത്തിൻ്റെ മണ്ട ഒടിഞ്ഞിട്ട് നേരെ അത് കീഴോട്ട്, അതെൻ്റെ മൂക്കിൻ്റെ മുമ്പിൽ കൂടെ വന്ന് താഴോട്ട്. അത് കൃത്യം 1 ഇഞ്ച് മാറിയിരുന്നെങ്കിൽ എൻ്റെ തലയിൽ വന്ന് ഹെഡിഞ്ചുറയായിട്ട് ഞാൻ അവിടെ വീണ് പോയി വലിയ അപകടത്തിലേക്ക് പോയാൽ. അപ്പോൾ അനുനിമിഷം കാത്തുകൊള്ളുന്ന മാതാവിൻ്റെ അനുഗ്രഹം, മാതാവിലൂടെ ഈശോയിൽ നിന്ന് വരുന്ന അനുഗ്രഹം, അത് എൻ്റെ ജീവിതത്തെ എപ്പോഴും, അതുകൊണ്ട് എനിക്ക് എവിടെയും ഒരു കോൺഫിഡൻസാണ്. മക്കളുടെ കാര്യം വരുമ്പം പറയാം, മക്കളെ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ചോളാം, മാതാവിനോട് പ്രാർത്ഥിച്ചു, ഒരു കൊന്തയിലേക്കോ ബാക്കി ഞാൻ ഏറ്റു. അപ്പോൾ മക്കൾ പറയാം, ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അമ്മയോടുള്ള ആ ഭക്തി, അമ്മയോടുള്ള ആ സ്നേഹം, അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ആ വാത്സല്യം, ഇതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല.